നമസ്കാരം. ഇറാനിൽ അവിടുത്തെ പൊതുജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഇറാനിയൻ സർക്കാർ അവിടെ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർക്ക് സബ്സിഡിയിൽ ഡോളർ നൽകുമായിരുന്നു. നിങ്ങൾക്കറിയാം, ഇറാൻ വളരെയധികം വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 40-50 വർഷങ്ങളായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇറക്കുമതി ചെയ്യാൻ ഒരുപാട് പ്രശ്നങ്ങൾ, കടമ്പകൾ കടക്കേണ്ടി വരുന്നുണ്ട്. യൂറോയോ ഡോളറോ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ അവിടെ ഇറക്കുമതി ചെയ്യുന്ന വ്യാപാരികളെ സഹായിക്കാനായിട്ട് ചില സബ്സിഡികൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ സബ്സിഡി ഗവൺമെൻറ് നിർത്തിയതിനെ തുടർന്നാണ് വ്യാപാരികൾ സമരം ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത്, ഞങ്ങൾ വ്യാപാരികൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന സബ്സിഡി പല ആൾക്കാരും അഴിമതി നടത്തി കൃത്യമായ രീതിയിൽ നടപ്പിലാകാതെ വരുന്നതുകൊണ്ട് നേരിട്ട് ജനങ്ങൾക്ക് അത് കൊടുക്കാൻ പോവുകയാണെന്നാണ്. എല്ലാ ഇറാനിയൻ കുടുംബാംഗങ്ങൾക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ സബ്സിഡി എമൗണ്ട് ഗവൺമെൻറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് വിലക്കയറ്റത്തിൻ്റെ തോതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, കൂടുകയോ കുറയുകയോ ചെയ്യും. അപ്പോൾ ആ ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലേക്ക് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ അമേരിക്ക ഇറാനെ താക്കീത് ചെയ്തതായിട്ട് നമ്മൾ വായിച്ചു. ട്രംപ് പറഞ്ഞു, അവിടെ പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും. അപ്പോൾ ഇറാൻ അവരുടെ ഭാഷ ഒന്നുകൂടി കടുപ്പിച്ചു. അവർ പറഞ്ഞ്, രാജ്യത്ത് പ്രക്ഷോഭം നടത്തുന്ന ആൾക്കാരുടെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇവിടെ കലാപം ഉണ്ടാക്കാനായിട്ട് മനഃപൂർവ്വം ചിലർ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് പിന്തുണ കൊടുക്കുന്നത് ഇസ്രായേലും അമേരിക്കയുമാണ്. മൊസാദ് പരസ്യമായിട്ട് തന്നെ ജനങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ കൂടെ ഞങ്ങളുമുണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടോളൂ എന്ന്. നിങ്ങൾക്കറിയാം, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമുണ്ടായത് കുറച്ച് നാൾ മുമ്പാണ്. ആ യുദ്ധം എങ്ങനെയാണ് തുടങ്ങിയാൽ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അമേരിക്കയും ഇറാനും തമ്മിൽ ന്യൂക്ലിയർ ഡീലിൽ ഒരു ധാരണയിലെത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ച ട്രംപ് തന്നെ മുൻകൈയെടുത്ത് നടത്തി വരികയായിരുന്നു. അതിൻ്റെ 4 റൗണ്ടോ 5 റൗണ്ടോ കൊണ്ട് കഴിഞ്ഞ് 6ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് ഇസ്രായേൽ ഇറാനിനെ ആക്രമിച്ചത്. അവരുടെ ലക്ഷ്യം ഇതായിരുന്നു, ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച പൂർണ്ണമാകാൻ പാടില്ല. കാരണം ട്രംപിന് അദ്ദേഹം അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആഗ്രഹമുണ്ടായിരുന്നു, ഇറാൻ്റെ മേലുള്ള ഉപരോധം അന്യായമാണ്, ആ ഉപരോധം പിൻവലിക്കണമെന്ന്. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാതിരിക്കാൻ നെതന്യാഹുവിനെ ചില തൽപരകക്ഷികൾ ഉപയോഗപ്പെടുത്തിയാണ് ഇറാനിലേക്ക് കയറി അവരെ ആക്രമിച്ചതിൻ്റെ പിന്നിൽ. എന്നാൽ നമ്മൾ കണ്ടത് എന്താണ്? ഇറാനെ ആക്രമിച്ച ഇസ്രായേൽ അതിശക്തമായ തിരിച്ചടിയാണ് നേരിട്ടത്. ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇറാൻ്റെ താടനങ്ങൾ ഏറ്റുവാങ്ങാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ എത്തിപ്പെട്ടു. അത്രയ്ക്കൊന്നും നെതന്യാഹു പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെ നെതന്യാഹു ട്രംപിനോട് സഹായം അഭ്യർത്ഥിച്ചു. ട്രംപ് പെട്ടെന്ന് തന്നെ ഇടപെട്ടു. ട്രംപ് ഒരു നാടകം കളിച്ച് ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റൊക്കെ ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിച്ചു. എന്നാൽ ട്രംപ് യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇറാൻ അവരുടെ ഖത്തറിലെ താവളത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഞങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ആയാലും ശരി തിരിച്ചടിക്കും എന്നവർ പറഞ്ഞിരുന്നു. അവരത് ചെയ്തിട്ടാണ് യുദ്ധം അവസാനിച്ചത്. എന്നാൽ അതേ തുടർന്ന് ഇറാൻ ഇനി യാതൊരു വിധമായ ചർച്ചയ്ക്കും തയ്യാറല്ല എന്നും, ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറിക്കൂടി ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ഒരു കക്ഷികളുമായിട്ടും യാതൊരു സമാധാന കരാറിൻ്റെ ആവശ്യമില്ല എന്നുമൊക്കെ പറഞ്ഞ് അവർ ന്യൂക്ലിയർ ഡിസ്കഷനിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറിയെന്ന് നമുക്കറിയാം. എന്നാൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും ഇറാനെ ഒരു ഡിസ്കഷൻ ടേബിളിലേക്ക് കൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമം ഡൊണാൾഡ് ട്രംപ് നടത്തുന്നുമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കും എന്ന് പറയുന്നത് ഒരു തമാശയ്ക്കപ്പുറം മറ്റൊന്നുമല്ല. കാരണം ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ എല്ലാ താവളങ്ങൾക്ക് നേരെയും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും. അത് ആ രാജ്യങ്ങളെ മുഴുവൻ അസ്ഥിരപ്പെടുത്തും. അതായത് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും അമേരിക്കൻ താവളമുണ്ട്. അവിടെയെല്ലാം തന്നെ ഇറാന് കൃത്യമായ ടാർഗറ്റുണ്ട്. എവിടെയാണോ അമേരിക്കൻ താവളങ്ങളുള്ളത് അവിടേക്ക് ചെന്ന് പറ്റത്തക്ക തരത്തിൽ അവർ മിസൈൽ ആൾറെഡി വിന്യസിച്ച് വെച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവിടെ നിന്ന് മിസൈലുകൾ പറന്നു പോകും. നമ്മളതാണ് ഖത്തറിൽ കണ്ടത്. ഖത്തറിൽ അവരൊരു ടെസ്റ്റ് ഡോസ് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ തന്നെ ട്രംപ് പിന്മാറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അവരെ അങ്ങോട്ടടിച്ചു, അവരിങ്ങോട്ടടിച്ചു, പ്രശ്നം തീർന്നു, ഇനി യുദ്ധമില്ല എന്ന്. അപ്പോൾ ഇറാനിൽ യഥാർത്ഥത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്ന ചില കക്ഷികളാണ്.
അവരുടെ ലക്ഷ്യം പഴയ ഷാമാരുടെ ഭരണം അവിടെ കൊണ്ടുവരണമെന്നുള്ളതാണ്. പണ്ട് ഇറാനിൽ രാജഭരണമായിരുന്നു. അന്ന് ഷാമാരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവർ മുഴുവനും അമേരിക്കയുടെ അടിമത്തത്തിൽ നിന്നുകൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. അതുകൊണ്ട് ആ സമയത്ത് ഇറാൻ ഉപരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്ക പറയുന്ന അക്ഷരം പ്രതി അനുസരിച്ച് കഴിഞ്ഞാൽ അവരെ സഹായിക്കും. പക്ഷേ അങ്ങനെയുള്ള സഹായം എന്ന് പറയുന്നത് പലതരത്തിലുള്ള പിടിമുറുക്കലുകളിലൂടെയാണ്. അമേരിക്കയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും സാധിച്ചെടുക്കത്തക്ക തരത്തിലുള്ള നിയമങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് അവരെ കൊണ്ട് അത് അനുസരിപ്പിച്ചാണ് അവരുമായിട്ട് ചങ്ങാത്തം കൂടുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അമേരിക്ക പറയുന്ന ഏത് കാര്യവും അവരക്ഷരം പ്രതി അനുസരിക്കും. അവർക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. എന്തിന്? നമ്മുടെ രാജ്യം പോലും അങ്ങനെയാണ്. അമേരിക്ക ശക്തമായിട്ട് എതിർത്ത് നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ചൈന, പിന്നെ റഷ്യ, 3 ഇറാൻ. ഈ 3 രാജ്യങ്ങളാണ്. ഉത്തര കൊറിയയുമുണ്ട്. എന്നാൽ ഈ 3 രാജ്യങ്ങളിലും ഏറ്റവും അധികം അമേരിക്കയ്ക്ക് എതിര് നിൽക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഏതൊരു വിധ താല്പര്യങ്ങൾക്കും എതിര് നിൽക്കുന്നത് ഇറാനാണ്. ഇറാൻ സ്വന്തം കാലിൽ ഒറ്റയ്ക്ക് പൊരുതിയാണ് ഇത്ര കാലവും അമേരിക്കയുടെ ഉപരോധത്തെ പ്രതിരോധിച്ച് മുമ്പോട്ട് വളർന്നുകൊണ്ടിരുന്നത്. ഇറാനിലെ മനുഷ്യരുടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആൾക്കാരെക്കാൾ വളരെ കൂടുതലാണ്. നമ്മുടെ രാജ്യം അമേരിക്കയെ പ്രീണിപ്പിച്ചും അമേരിക്ക പറയുന്ന കാര്യങ്ങൾ കേട്ട് പേടിച്ചും അവരുടെ ഭീഷണി വരുമ്പോൾ നടുങ്ങിയും ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. ട്രംപിനെ പിണക്കാനൊന്നും ധൈര്യം നരേന്ദ്രമോദിക്കില്ല. ട്രംപ് പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കാൻ മാത്രമേ അദ്ദേഹത്തിന് പറ്റൂ. എന്നാൽ അദ്ദേഹത്തിന് മുമ്പിരുന്ന മൻമോഹൻ സിംഗിനെ പോലെയുള്ള പ്രധാനമന്ത്രിമാർ, അല്ലെങ്കിൽ വാജ്പേയിയെ പോലെയുള്ള പ്രധാനമന്ത്രിമാർ ഒന്നും തന്നെ അമേരിക്കയുടെ ഭീഷണിക്ക് ഒരിക്കലും ചെവി കൊടുത്തിരുന്നില്ല. അവർക്കറിയാമായിരുന്നു അമേരിക്കയുടെ സഹായം ഇല്ലെങ്കിൽ തന്നെയും മുമ്പോട്ട് എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത്. എന്നാൽ നരേന്ദ്രമോദിക്ക് അത് പറ്റില്ല. നരേന്ദ്രമോദിക്ക് വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ ജീവിക്കാനേ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഈ ഭീഷണിക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ തൻ്റെ ഇടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് അമേരിക്കയ്ക്കും അമേരിക്കയോടൊപ്പം നിന്നുകൊണ്ട് ഈ വൃത്തികേടുകളൊക്കെ ചെയ്യുന്ന മറ്റ് സകല ടീമുകൾക്കും ഭയങ്കര ക്ഷീണമാണ്. അതുകൊണ്ട് എങ്ങനെയും ഇറാനെ തകർക്കണം എന്നവർ ആഗ്രഹിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്കുള്ള ഏക ഭീഷണി, അമേരിക്കയുടെ സമ്പൂർണ്ണ ആധിപത്യം മിഡിൽ ഈസ്റ്റിൽ നടക്കാതിരിക്കുന്നതിൻ്റെ ഏക കാരണം ഇറാൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇറാനെ തകർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഏക പോംവഴി പഴയ ഷാമാരുടെ ഭരണം തിരികെ കൊണ്ടുവരിക എന്നതാണ്. റേസ പഹ്ലാവി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ഈ ഷാ കുടുംബത്തിൽ. അപ്പോൾ അയാൾ അമേരിക്കയിലാണുള്ളത്. അയാളെ ഇവിടുത്തെ ഒരു നേതാവാക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിങ്ങളുടെ രാജാവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇറാനിലെ ജനങ്ങളെ ഇവരിങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ യുദ്ധം നടന്നപ്പോഴും നെതന്യാഹു ഒക്കെ പറഞ്ഞിരുന്നു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, ഇറാനിലെ ജനങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭരണകൂടത്തെ പുറത്തറിയുക, പിന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. എന്നാൽ അത് വളരെ വലിയൊരു ട്രാപ്പാണ്, ഒരു ചതിക്കുഴിയാണ് എന്നുള്ളത് ഇറാനിലെ ജനങ്ങളിൽ ഭൂരിപക്ഷം പേർക്കൊന്നും അറിയില്ലെങ്കിൽ ശരി ഒരുപാട് പേർക്കറിയാം. ഇപ്പോൾ അയത്തുള്ള അലി ഖമേനി ഷാമാരുടെ പക്കൽ നിന്നും ഭരണം പിടിച്ചെടുത്ത് പാശ്ചാത്യരുടെ യാതൊരുവിധ അടിമത്തത്തിന് നിന്നു കൊടുക്കാതെ തൻ്റെ ഇടത്തോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അത് തങ്ങൾക്ക് വലിയൊരു അപമാനമാണ് എന്ന് കരുതിക്കൊണ്ട് അന്ന് മുതൽ തന്നെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഈ ഇറാനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കയെ നിയന്ത്രിക്കുന്ന ട്രംപിന് ഇറാൻ്റെ കാര്യത്തിൽ അങ്ങനെയൊരു തീരുമാനമില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഇറാൻ്റെ ഉപരോധം നീക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയും നടപ്പിലാകരുത് എന്നാണ് ഈ ഇസ്രായേലിൻ്റെ പിന്നിൽ നിന്ന് കളിക്കുന്നവരുടെയും ഒക്കെ ആഗ്രഹം. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച മുമ്പോട്ട് തയ്യാറായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചർച്ച പുരോഗമിച്ച് വരുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഇടങ്കോലിട്ട് അത് ഇല്ലാതാക്കും. അപ്പോൾ അത്തരത്തിൽ ഇറാനെ കുറേശ്ശെ തീർക്കാനും അവിടുത്തെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ ഇല്ലാതാക്കിയിട്ട് തങ്ങളുടെ വാക്കുകൾ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു മരപ്പാവ അവിടെ കൊണ്ടിരുത്താനുമാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാനിലെ ജനങ്ങൾക്ക് അതേക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അവർ ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ മൂലം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന അത്ര വലിയ ഭീകരതയൊന്നും അവിടെ ഇല്ല. എനിക്ക് ഇറാനിൽ പരിചയക്കാരുണ്ട്. ഞാൻ അവരോടൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ചെറിയ പ്രൊട്ടക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ മാധ്യമങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുന്ന പോലൊന്നുമില്ല. പലയിടത്തും യാതൊരു പ്രശ്നവുമില്ല. ചിലയിടങ്ങളിൽ മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ ചില ചാരന്മാർ പുറത്തുനിന്ന് കയറി കൂടിയിട്ട് സർക്കാരിൻ്റെ ഓഫീസുകൾക്ക് നേരെ കല്ലെറിയുകയും അതുപോലെ ആക്രമണം മനഃപൂർവ്വം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരക്കാരെയാണ് അവിടുത്തെ സേന നേരിടുന്നത്. പക്ഷേ സേനയ്ക്ക് ചിലപ്പോഴൊക്കെ അവിടെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അവിടുത്തെ ചില സാധാരണക്കാരും അവരുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് വളരെ ചുരുക്കം മാത്രമാണ്. ഈ പൊതുജനങ്ങൾ അവരുടെ ഇടയിലുള്ള ചാരന്മാരെ തിരിച്ചറിയാത്തത് കൊണ്ട് അവർക്കും തെറ്റുപറ്റുന്നുണ്ട്. എന്തു തന്നെയായാലും ശരി, ഇറാൻ്റെ
അടിയുറച്ച തീരുമാനം എന്ന് പറയുന്നത് പാശ്ചാത്യരുടെ യാതൊരു വിധമായിട്ടുള്ള സമ്മർദ്ദത്തിനും അവരുടെ കുതന്ത്രങ്ങൾക്കും വഴങ്ങില്ല എന്നത് തന്നെയാണ്. ഇത്ര കാലവും അവർക്ക് അവരുടെ സപ്പോർട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റിയെങ്കിൽ ഇനിയും അവർക്ക് പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള രാജ്യങ്ങളാണ് ഈ ലോകത്ത് ആവശ്യമായിട്ടുള്ളത്. ഒരു വലിയ രാജ്യം വന്ന് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങളെ മൂക്കിക്കയറ്റി വലിക്കും എന്ന് പറയുമ്പോൾ നീ പോടാ എന്ന് പറയാൻ തൻ്റെ ഇടം കാണിക്കുന്ന എത്രയേറെ രാജ്യങ്ങളുണ്ടാകുന്നോ അത്രയേറെ ഈ പാശ്ചാത്യരുടെ അധിനിവേശ മനോഭാവം ഇല്ലാതാകും. താങ്ക് യു.